ബംഗാളിൽ 3,000 77 ഇപ്പോൾ 200+ ആയി. അതെ, ഭരണം പിടിച്ചു. അത്തരത്തിലൊരു ഒരു 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 പ്രതീക്ഷ ഉണ്ട്. എനിക്ക് ഒരു 100% ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു തുടക്കം, ഈ ഇലക്ഷനിൽ ജനങ്ങൾ തന്ന വോട്ടും ഞങ്ങളെ ജയിപ്പിച്ച 3 MLA-മാരും ഒരു ക്ലിയർ സിഗ്നലാണ് ഇത്. ഈ കേരളത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം വരാൻ പോകുന്നു, അത് തുടങ്ങിയിട്ടുണ്ട്. BJP ഒരു അൺടച്ചബിൾ പാർട്ടിയാണ്, BJP NDA പൂട്ടി വയ്ക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് തോറ്റ് വീട്ടിലിരിക്കുന്നത്. അതെല്ലാം ഒരു മെസ്സേജാണ്. ഈ പൂട്ടും താക്കോലെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്, സഖാവുമാരുടെ കയ്യിലോ മന്ത്രിമാരുടെ കയ്യിലല്ല. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണ്, വലിയൊരു തുടക്കമാണ്, വലിയൊരു ബിഗിനിങ് ആണ് ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം, പൊളിറ്റിക്കൽ കൾച്ചറിൽ ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വിവാദമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ, വികസനമാണ്, നാടിൻ്റെ ഭാവിയാണ്, ജനങ്ങളുടെ ഭാവിയാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം. അത് ഞങ്ങൾ കൃത്യമായി അതിലൊരു ഒരു ഡൈല്യൂഷൻ ഉണ്ടാവില്ല. 3 MLA ആണോ 10 MLA ആണോ 100 MLA ആണോ 200 MLA ആണോ, ഇതാണ് ഞങ്ങളുടെ ഗോൾ. അത് ഞങ്ങൾ ചെയ്യും. ഇത് ചെയ്യുമ്പോഴാണ് ജനങ്ങൾ വെസ്റ്റ് ബംഗാൾ പോലെ ഞങ്ങൾക്കൊരു എക്സ്പാൻഡഡ് മാൻഡേറ്റ് തരുന്നത്. ഈ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലെല്ലാം കിട്ടുന്ന റിപ്പീറ്റഡ് മാൻഡേറ്റ് ഒരു മാജിക്കൊന്നുമല്ല. ഇത് അവർ തരുന്നത് BJPൻ്റെ രാഷ്ട്രീയവും BJPൻ്റെ രാഷ്ട്രീയ സംസ്കാരവും ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ വർക്കും നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ പിന്തുണയോണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് വെസ്റ്റ് ബംഗാളിൽ ഈ തവണ കിട്ടി. എനിക്ക് ഒരു സംശയമില്ല വരാൻ പോകുന്ന ഇലക്ഷനിൽ അത് 31 29 അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BJP നന്നായി ഇവിടെ വളരും, BJP അധികാരത്തിൽ വരും, ജനങ്ങൾക്ക് കിട്ടേണ്ട അവരുടെ അവകാശങ്ങളും അവർക്ക് വേണ്ട വികസനം BJP കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയമില്ല. കേരളത്തിൽ ഒരു ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുള്ള വികസനം കൊണ്ടുവരാൻ താല്പര്യവും കഴിവുള്ളൊരു പാർട്ടി, അത് BJP NDA ആണ്. ഇതിലാർക്കും സംശയമില്ല, കോൺഗ്രസ്സുകാർക്കും സംശയമില്ല, CPM-കാർക്കും സംശയമില്ല. അപ്പോൾ BJP NDA ഒരു MP വന്നാൽ, നമുക്കൊരു MP ഉണ്ട്, ഇനി കൂടുതൽ MP വന്നാൽ, അതിൻ്റെ അപ്പുറം MLA-മാർ 31 വന്നാൽ നാടിന് നല്ലതാണ്, നാടിന് നന്നാക്കാനും നാടിന് ഭാവിക്കും അത് നല്ലതാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രിപ്പറേഷനും ഞങ്ങളുടെ കാര്യകർത്ത പ്രിപ്പറേഷനും അത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം, അത് വർക്കെല്ലാം ചെയ്യണം. അത് ഞങ്ങൾ വർക്ക് തുടങ്ങി. അതിൽ ഒരു ഗ്യാപ്പ്, ഒരു ഡിലേ ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ പാർട്ടിനെ ബാധിക്കുന്നത് ഇതുവരെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു. നമ്മൾ ജയിക്കില്ല എന്ന് CPM-ഉം കോൺഗ്രസും പറയുന്നു, മാധ്യമ സുഹൃത്തും പറയുന്നു, പൊതുസമൂഹത്തിൽ ജനങ്ങളും പറയുന്നു, നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ മത്സരിക്കും. അത് ഈ നമ്മൾ പ്രവർത്തകർ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഈ ഇലക്ഷനും ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ഫാക്റ്റ് ക്ലിയറായിട്ട് വ്യക്തമായിട്ടുണ്ട്. അത് BJP ജയിക്കും, NDA ജയിക്കും, കോർപ്പറേഷൻ ഭരിക്കും, MLA-മാരുണ്ടാക്കും. അതൊരു ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് ഇനി അടുത്ത ലോക്സഭ ഇലക്ഷനിൽ ഒരു വലിയ മാറ്റം. 24 ലോക്സഭ ഇലക്ഷനിൽ ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഓക്കെ, മോദിജീൻ്റെ പേരിൽ നമ്മൾ ജയിച്ചാൽ ജയിച്ചു, ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല. അതുകൊണ്ട് ഒരു സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു, മറ്റേ സീറ്റിൽ ഞാൻ നമ്പർ 2 ആയിട്ട് സെക്കൻഡായിട്ട് വന്നു. ഈ ഇലക്ഷൻ വരാൻ പോകുന്ന 29 ഇലക്ഷനിൽ ആത്മവിശ്വാസത്തിൻ്റെ ഡെഫിസിറ്റും കുറവുണ്ടാവില്ല. ഈ പാർട്ടി ജയിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ്. ഇതിൽ ലീഡേഴ്സും ഉണ്ട്, പ്രവർത്തകരും ഉണ്ട്, ജയിപ്പിക്കുന്ന പ്രവർത്തകരുണ്ട്, ജയിക്കാൻ കഴിവുള്ള ലീഡേഴ്സും ഉണ്ട്. അതാണ് വലിയൊരു മാറ്റം. അപ്പോൾ അതിനെ ഇനിയും പ്രോത്സാഹിപ്പിച്ച് അത് ശക്തമാക്കിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.